ഹരേ കൃഷ്ണ. നമ്മൾ ഇന്ന് 41-ാമത്തെ ദശകം തുടങ്ങുകയാണ്. ഇതിൻ്റെ ട്യൂണ് ഏവമാണ്. നമ്മൾ 6-ാമത്തെ ദശകത്തിൽ പറഞ്ഞ അതേ ട്യൂൺ, ഏവം ചതുർദശ ജഗന്മയതോ, ആ ഒരു ട്യൂണാണ്. നമ്മൾ ഇതിൻ്റെ വൃത്തം, നിവൃത്തം അറിയുന്നവർക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഉപജാതി വൃത്തമാണ്. ട്യൂണാവുമ്പോൾ ഏവം ചതുർദശ ജഗന്മയതാം ഗതസ്യ എന്ന് പറഞ്ഞ് 6-ാമത്തെ ദശകത്തിൻ്റെ അതേ ട്യൂണിലേക്ക് വരും. നമുക്ക് ആദ്യത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. 40 ദശകങ്ങൾ വരേക്കും ഭഗവാൻ അവിടുത്തെ ഒരു കാരുണ്യം കൊണ്ട് നമ്മളെ കൊണ്ട് ഇതിൻ്റെ ഒരു അർത്ഥവിചാരം ഒന്ന് ചെയ്യുവാൻ ഭഗവാന്റെ കാരുണ്യമുണ്ടായി. ഇനിയും ഭഗവാൻ തന്നെയൊക്കെ വേണ്ട വിധത്തിൽ നടത്തിത്തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആദ്യത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. വ്രജേശ്വര ശൗരി വചോ നിശമ്യ സമാവൃജന്നധ്വനിഭീതചേതാ നിഷ്പിഷ്ട നിശേഷതരും നിരീക്ഷ്യ കഞ്ചിത് പദാർത്ഥം ശരണം ഗതസ്ത്വാം. നമ്മൾ കഴിഞ്ഞ ദശകത്തിൽ എന്താണോ കണ്ടു നിർത്തിയത് അതിൻ്റെ തുടർച്ചയാണ് 41-ാമത്തെ ദശകവും. ഈ 41-ാമത്തെ ദശകത്തിൻ്റെ പേര് പൂതനാശരീര ദഹനമെന്നാണെങ്കിലും ആ ദഹനം മാത്രമല്ല ഈ ഒരു ദശകത്തിൽ വർണ്ണിക്കുന്നത്. കഴിഞ്ഞ ദശകത്തിൻ്റെ അവസാനം നമ്മൾ പറഞ്ഞു നിർത്തിയത് പൂതനയ്ക്ക് ഭഗവാൻ മോക്ഷം കൊടുത്ത കഥയായിരുന്നു. നമുക്കറിയാം, ഈ സമയത്ത് നന്ദഗോപർ അവിടെ ഉണ്ടായിരുന്നില്ല. നമ്മൾ ആദ്യമേ ഈ കഥയുടെ തുടക്കം തന്നെ നമ്മൾ പറഞ്ഞു, നന്ദഗോപർ കപ്പം കൊടുക്കുന്നതിനായി കംസൻ്റെ കൊട്ടാരത്തിലേക്ക് പുറപ്പെട്ടിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. അവിടെ വെച്ച് നന്ദഗോപരെ കാണുന്നതും ഒക്കെ നമ്മൾ പറയുകയുണ്ടായി. വസുദേവരെ കാണുന്നതും ഒക്കെ നമ്മൾ പറയുകയുണ്ടായി. വസുദേവർ അവിടെ നിന്നും ചില ദുർനിമിത്തങ്ങൾ കാണുന്നു, പെട്ടെന്ന് പൊയ്ക്കോളൂ എന്ന് പറഞ്ഞ് നന്ദഗോപരെ യാത്രയാക്കുന്ന രംഗം വരെയും നമ്മൾ കണ്ടിരുന്നു. ഇനി ആ ഒരു കഥയുടെ ബാക്കിയാണ് നമ്മളിനി ഈ ഒരു ശ്ലോകത്തിൽ കാണുന്നത്. എന്താ? വ്രജേശ്വര ശൗരിവചോ നിശമ്യ. വ്രജേശ്വര എന്ന് പറഞ്ഞാൽ വ്രജത്തിൻ്റെ ഈശ്വരനായിട്ടുള്ളവൻ, ഗോകുലത്തെ കാത്ത് പരിപാലിച്ചു കൊണ്ടുപോകുന്ന നാട്ടുരാജാവായിട്ടുള്ള നന്ദഗോപര്. ശൗരിവച എന്ന് പറഞ്ഞാൽ ശൂരസേന പുത്രനായിട്ടുള്ള ആ വസുദേവരുടെ വാക്കുകൾ, വചസ് എന്നാൽ വാക്കുകൾ. നിശമ്യ കേട്ടിട്ട്, സമാവ്രജന്നധ്വനി, സമാവ്രജൻ അധ്വനി, ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് സമാവ്രജന്നധ്വനി. സമാവ്രജൻ എന്ന് പറഞ്ഞാൽ തിരികെ വസുദേവർ പറഞ്ഞ ഈ ഒരു ദുർനിമിത്തങ്ങളുടെയൊക്കെ ലക്ഷണങ്ങളെയും ആ ഒരു താക്കീതിനെയും ഒക്കെ മാനിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ അവിടെ നിന്നും മടങ്ങി വരവേ, ഗോകുലത്തിലേക്ക് മടങ്ങി വരുമ്പോൾ എങ്ങനെ? ഭീതചേത. ഭീത എന്ന് പറഞ്ഞാൽ ഭയന്ന ചിത്തത്തോടു കൂടി. ഗോകുലത്തിൽ എന്തൊക്കെയോ അരുതാത്തത് സംഭവിക്കുവാൻ പോകുന്നു എന്നുള്ള വസുദേവരുടെ ഒരു വാണിംഗ്, അത് കേട്ടിട്ട് വളരെ ഭയന്നിട്ടാണ് നന്ദഗോപര് വളരെ പെട്ടെന്ന് തന്നെ അങ്ങനെ തിരികെ ഗോകുലത്തിലേക്ക് മടങ്ങി വരവേ നിഷ്പിഷ്ട നിശേഷതരും നിരീക്ഷ്യ. നിഷ്പിഷ്ട നിശേഷതരും. നിഷ്പിഷ്ട എന്ന് പറഞ്ഞാൽ തീർത്തും അതിനെ നാമാവശേഷമാക്കുക. അതായത് അങ്ങനെയൊന്നില്ലാതെയാകുന്ന അവസ്ഥ. എന്ത്? നിശേഷതരും.
അവിടെയുണ്ടായിരുന്ന വലിയ വൃക്ഷങ്ങളെയൊക്കെയും, തരു എന്നാൽ വൃക്ഷം, നിശേഷതരും എല്ലാ വൃക്ഷങ്ങളെയും തവിട് പൊടിയാക്കിക്കൊണ്ട്, ആ വൃക്ഷങ്ങളെ അവിടെ ഉണ്ടായിരുന്നു എന്ന് തോന്നില്ല, ആ രീതിയിൽ വൃക്ഷങ്ങൾ മുഴുവൻ അങ്ങനെ പൊടിഞ്ഞു കിടക്കുന്നു. നിരീക്ഷ്യ കണ്ടിട്ട്, കഞ്ചിത് പദാർത്ഥം ശരണം ഗതസ്ത്വാം. കഞ്ചിത് പദാർത്ഥം, കഞ്ചിത് എന്ന് പറഞ്ഞാൽ ഏതോ ഒരു പദാർത്ഥം, വസ്തു, അങ്ങനെ എന്തോ ഒരു വസ്തുവിനെ അതിൻ്റെ അടുത്ത് കിടക്കുന്നതും കാണുന്നുണ്ട്. ഈ മരങ്ങളെല്ലാം തവിട് പൊടിയായി വീണ് കിടക്കുന്നു. അതിൻ്റെ അടുത്ത് തീർത്തും അപരിചിതമായ എന്തോ ഒരു വസ്തു അവിടെ കിടപ്പുണ്ട് എന്ന് ദൂരെ നിന്ന് തന്നെ നന്ദഗോപർക്ക് മനസ്സിലായി. അങ്ങനെ അത് കണ്ടിട്ട് നിരീക്ഷ്യ ശരണം ഗതസ്ത്വാം, ശരണം ഗതഃ ത്വാം, ഇങ്ങനെ 3 വാക്കുകളാണ് അവിടെ. ശരണം ഗതഃ എന്ന് പറഞ്ഞാൽ ശരണം പ്രാപിച്ചു. ആരെ? ത്വാം, അല്ലയോ ഭഗവാനെ, അവിടുത്തെ ശരണം പ്രാപിച്ചു. അവിടുന്ന് തന്നെയാണ് നന്ദഗോപരി കണ്ട സകല കാഴ്ചകളുടെയും പിന്നിൽ വർത്തിച്ച മായാജാലക്കാരൻ എന്നറിയാതെ ഭഗവാനെ അവിടുന്ന് മാത്രം ആശ്രയമായിട്ടുള്ള ആ ഗോകുലവാസികൾ. ഇപ്പോൾ ഇവിടെ നന്ദഗോപരുടെ കാര്യമാണ് പറയുന്നത്. ദൂരെ നിന്ന് വരുമ്പോൾ തന്നെ കണ്ടത് വളരെ ഭീകരമായ ഒരു കാഴ്ചയാണ്. ഗോകുലത്തിലുണ്ടായിരുന്ന വലിയ വലിയ വൃക്ഷങ്ങൾ വരേക്കും തവിട് പൊടിയായി നിലത്ത് കിടക്കുന്നു. ദൂരെ നിന്നേ കാണുന്നുണ്ട് ഇതൊക്കെ. ഒന്നാമതേ ഭയന്നിട്ടുള്ള വരവാണ്. വസുദേവരുടെ വാക്കുകൾ കേട്ടിട്ട് മനസ്സാകെ ആടി ഉലയുകയാണ് ഭയം കൊണ്ട്. അങ്ങനെ വരവെയാണ് ദൂരെ നിന്ന് തന്നെ ഈ കാഴ്ച കാണുന്നത്. എന്താ ഭഗവാനെ ഇവിടെ സംഭവിച്ചിട്ടുണ്ടാവുക? ആകെ ഉള്ളിലൊരു ഭയമായി. അപ്പോഴോ ആശ്രയിക്കാൻ അങ്ങ് മാത്രമേയുള്ളൂ. എപ്പോഴും ആശ്രയിച്ചിട്ടുള്ളതും അല്ലയോ ഗുരുവായൂരപ്പ അവിടുത്തെയാണ്. അതുകൊണ്ട് നന്ദഗോപര് ശരണം ഗതസ്ത്വാം, അങ്ങയെ ശരണം പ്രാപിച്ചു. എന്താ അങ്ങനെ ശരണം പ്രാപിക്കുവാൻ കാരണമെന്നാണെങ്കിൽ, വസുദേവരുടെ വാക്കുകളിലെ ഒരു ദുരൂഹത, താൻ കാണുന്ന കാഴ്ചകളിലെ ഒരു ഭീകരത, അതിലേറെ തൻ്റെ ഉണ്ണിയെക്കുറിച്ചുള്ള വ്യാകുലത, ഇങ്ങനെ ആകെ ആടി ഉലഞ്ഞു നിന്നിരുന്ന നന്ദഗോപര് പുത്രഭാവത്തിൽ തന്നോടൊപ്പം കൂടിയിരിക്കുന്നത് അതേ ഭഗവാൻ തന്നെയാണെന്നറിയാതെ, അല്ലയോ ഗുരുവായൂരപ്പ അവിടുത്തെ ശരണം പ്രാപിച്ചുവല്ലോ. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. വ്രജേശ്വര ശൗരി വചോ നിശമ്യ സമാവ്രജന്നധ്വനി ഭീതചേതാ നിഷ്പിഷ്ട നിശേഷതരും നിരീക്ഷ്യ കഞ്ചിത് പദാർത്ഥം ശരണം ഗതസ്ത്വാം. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: വ്രജേശ്വര ശൗരി വചോ, അവിടെ ശൗരി എന്നുള്ളതിൻ്റെ ശ കൂട്ടക്ഷരമാണ്. അതുപോലെ സമാവ്രജന്നധ്വനി, അവിടെ സമാവ്രജൻ അധ്വനിയാണ്. അധ്വനി എന്നുദ്ദേശിച്ചത് ഇവിടെ അതുവരെ ആ വസുദേവരുടെ വാക്കുകളിൽ ഭയന്നു വന്നിരുന്ന നന്ദഗോപർ വഴിയിൽ വെച്ച് തന്നെ, അധ്വനി എന്ന് പറഞ്ഞാൽ ആ വരുന്ന വഴിയിൽ വെച്ച് തന്നെ ദൂരെ നിന്നേ കണ്ട കാഴ്ചകൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ സമാവ്രജൻ അധ്വനി, തിരികെ വന്നുകൊണ്ടിരുന്ന നന്ദഗോപർ വഴിയിൽ വെച്ച് തന്നെ എന്നുള്ള അർത്ഥത്തിൽ. അവിടെ അകാരം ന എന്ന കൂട്ടക്ഷരത്തിന് അകാരം കൊടുത്തു വായിക്കുവാൻ ശ്രദ്ധിക്കുക. പിന്നെ അടുത്തത് ഭീതചേതാ, അകാരം നീട്ടിയെടുക്കണം, വിസർഗമുണ്ട പകുതി അകാരത്തിൽ വായിക്കുകയും വേണം.
ബാക്കിയൊക്കെ എളുപ്പമുള്ള വാക്കുകളാണ്. പിന്നെ നിഷ്പിഷ്ട നിശേഷതരും അതൊക്കെ വായിക്കുമ്പോൾ നിശേഷ കൂട്ടക്ഷരം അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയാകും. പൊതുവെ എളുപ്പമുള്ള ഒരു ശ്ലോകമാണിത്. ഇനി അടുത്തത് രണ്ടാമത്തെ ശ്ലോകമാണ്. നിശമ്യ ഗോപീ വചനാദുദന്തം സർവേപി ഗോപാഭയവിസ്മയാന്ധാ ത്വത്പാതിതം ഘോരപിശാചദേഹം ദേഹുർവിദൂരേധ കുഠാരകൃത്തം. നിശമ്യ ഗോപീവചനാദുദന്തം. നിശമ്യ എന്ന് പറഞ്ഞാൽ കേട്ടിട്ട് എന്താ. ഇപ്പോൾ നന്ദഗോപരിങ്ങി എത്തിയിരിക്കുന്നു. ചിത്രം ഏകദേശം കൂടുതൽ വ്യക്തമായിരിക്കുന്നു. ദൂരെ വെച്ച് കണ്ടത് എന്താണോ അത്ര നേരവും മനസ്സിനെ വേട്ടയാടിയിരുന്ന ഭയമൊക്കെ വെറുതെ ആയിരുന്നില്ല എന്നൊരു തോന്നൽ വന്നിരിക്കുന്നു. വസുദേവർ തനിക്ക് തന്ന ആ ഒരു സൂചനകൾ വെറുതെ ആയില്ല, ഒക്കെ വസുദേവരൊക്കെ മുൻകൂട്ടി കണ്ടിരിക്കുന്നു എന്നുള്ള ഒരു ധാരണ, ഒരു സത്യം ഇപ്പോൾ നന്ദഗോപർ അറിഞ്ഞിരിക്കുന്നു. ഇവിടെ വന്ന നന്ദഗോപരെ കണ്ടതും ഗോപസ്ത്രീകളൊക്കെ ഓടി വന്നു. നിശമ്യ ഗോപീവചനാദുദന്തം. ഗോപീവചനാത് ഉദന്തം, ഇങ്ങനെ രണ്ട് വാക്കുകളാണ് അവിടെ. നിശമ്യ എന്നാൽ കേട്ടിട്ട്, എന്ത്? ഗോപീവചനാത്, ഗോപസ്ത്രീകൾ പറഞ്ഞ വചനാത് എന്ന് പറഞ്ഞാൽ ആ വാക്കുകളൊക്കെ, അതായത് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ തങ്ങൾ കണ്ട ആ അപരിചിതയായ സ്ത്രീയെ, സുന്ദരിയായ സ്ത്രീയെ തങ്ങൾ കണ്ടതു മുതൽക്ക് നേരെ ഉള്ളിൽ വന്ന ആ നന്ദഗോപരുടെ ഗൃഹത്തിനുള്ളിൽ വന്ന് ഉണ്ണിയെ വാരിയെടുത്തതും മുലയൂട്ടിയതും എല്ലാം അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. നന്ദഗോപരെ നോക്കിയിരിക്കുകയായിരുന്നു. ആ ഗ്രാമത്തിൻ്റെ നാഥനായിട്ടുള്ള നന്ദഗോപരോടെല്ലാം ഒന്ന് പറയാൻ, തങ്ങൾക്ക് വേറെ ആരാ രക്ഷകനായിട്ടുള്ളത്? അതുകൊണ്ട് കണ്ടതും ഗോപസ്ത്രീകളെല്ലാം കൂടി ചുറ്റും കൂടി നിന്ന് എല്ലാ കഥകളും വിസ്തരിച്ചു പറഞ്ഞു. അത് കേട്ടിട്ട് വചനാത് ഉദന്തം എന്ന് പറഞ്ഞാൽ ഈ വാർത്തകളെല്ലാം കേട്ടിട്ട്, ഇവർ പറഞ്ഞ ഈ കഥകളെല്ലാം, ഈ വാർത്തകളെല്ലാം കേട്ടിട്ട് സർവേപി ഗോപ, സർവേ അപി എന്ന് പറഞ്ഞാൽ എല്ലാ ഗോപന്മാരും ഗോപസ്ത്രീകളും ഒക്കെ ഓടി വന്നിട്ടാണ് ഈ കഥകൾ മുഴുവൻ പറയുന്നത്. ഗോപ ഭയവിസ്മയാന്ത. ഗോപ എന്ന് പറഞ്ഞാൽ ഗോപന്മാർ. ഭയവിസ്മയാന്ത, അവർ ഭയപ്പെട്ടിട്ടും അതേപോലെ തന്നെ വിസ്മയിച്ചിട്ട് ഇതെന്താ ഇപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തങ്ങളുടെ കൺമുന്നിൽ ഈ നടന്നത്, അവർക്ക് തന്നെ വിശ്വസിക്കാനാവാത്ത ഒരവസ്ഥ. വിസ്മയാന്ത, അന്ധരായിപ്പോയി എന്ന് പറഞ്ഞാൽ അവർ പരിസരം മറന്ന് ഭയം കൊണ്ടും വിസ്മയം കൊണ്ടും സ്തബ്ധരായി നിൽക്കുന്ന ഒരവസ്ഥയാണിപ്പോൾ. അത് കണ്ടിട്ട് ത്വത്പാതിതം ഘോരപിശാചദേഹം. ത്വത്പാതിതം, ത്വത് പാതിതം അങ്ങയാൽ വീഴ്ത്തപ്പെട്ട, നിന്തിരുവടിയാൽ താഴെ പതിപ്പിക്കപ്പെട്ട ഘോരപിശാചദേഹം, ഈ ഘോരമായിട്ടുള്ള വലിയ ദേഹത്തോടു കൂടിയ പിശാചദേഹം, ഈ രാക്ഷസിയുടെ ദേഹത്തെ, ജഡത്തെ ദേഹുർവിദൂരേഥ കുഠാരകൃത്തം. ദേഹുർവിദൂരേഥ, ദേഹു വിദൂരേ അഥ, ഇങ്ങനെ 3 വാക്കുകൾ ചേരുന്നതാണ് ദേഹുർവിദൂരേഥ. ദേഹു എന്ന് പറഞ്ഞാൽ ദഹിപ്പിക്കുക, ദഹിപ്പിച്ചു. വിദൂരെ, അങ്ങ് ദൂരെ കൊണ്ടുപോയിട്ടാണ് ദഹിപ്പിച്ചത്. അവിടെ എങ്ങും ദഹിപ്പിച്ചില്ല. കാരണം ഇതൊരു രാക്ഷസിയുടെയാണ്, ഒരു പിശാചിൻ്റെ ദേഹമാണ്. അതുകൊണ്ട് അടുത്തെങ്ങും ദഹിപ്പിക്കാതെ അങ്ങ് ദൂരെ കൊണ്ടുപോയിട്ടാണ് ദഹിപ്പിച്ചത്. അതെങ്ങനെയാണ് കൊണ്ടുപോയത് എന്നാണെങ്കിൽ കുഠാരകൃത്തം, മഴുകൊണ്ട് ആ ദേഹത്തെ ഇങ്ങനെ വെട്ടിമുറിച്ച് പല ഭാഗങ്ങളായിട്ടാണ് അവിടെ നിന്നും അത് ദൂരേക്ക് കൊണ്ടുപോയത്. അത്രമാത്രം വലിയൊരു ശരീരമായിരുന്നു അത്. അതിനെ അങ്ങനെ കൊണ്ടുപോവുക അസാധ്യമാണ്.
അതുകൊണ്ട് തന്നെ അതിനെ വലിയ മഴു എടുത്തിട്ട് വന്ന പല ഭാഗങ്ങളായി വെട്ടിമുറിച്ച് ചെറിയ ശരീരത്തിൻ്റെ വലിപ്പത്തെ അപേക്ഷിച്ച് അതിനെ ചെറിയ ഭാഗങ്ങളാക്കി മുറിച്ചു. അത് തന്നെ ഈ ഗോപന്മാർക്കും ഗോപസ്ത്രീകൾക്കുമൊക്കെ വലിയ ഭാരമാണ്. അപ്പോൾ അവർ അനേകം പേർ ചേർന്നിട്ട് ഈ വെട്ടിമുറിച്ച ഓരോ ചെറിയ കഷ്ണത്തെയും ദൂരേക്ക് കൊണ്ടുപോയി ദഹിപ്പിച്ചു. അവിടെ എങ്ങും ദഹിപ്പിച്ചില്ല ആ രാക്ഷസിയുടെ ദേഹത്തെ. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം സജ്ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു ഏരിയയിൽ, ഒരു ഗ്രാമപ്രദേശത്ത് അവർക്ക് അങ്ങനെയൊരു ദേഹിയുടെ ശരീരത്തെ പോലും ആ മണ്ണിനോട് ചേർക്കുന്നതിനോട് താല്പര്യമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അങ്ങ് ദൂരെ കൊണ്ടുപോയിട്ടാണ് ദഹിപ്പിച്ചത്. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. നിശമ്യ ഗോപീ വചനാദുദന്തം സർവേപി ഗോപാഭയവിസ്മയാന്താ ത്വത്പാദിതം ഘോരപിശാചദേഹം ദേഹുർവിദൂരേഥ കുഠാരകൃത്തം. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഗോപീവചനാദുദന്തം. ഗോപീവചനാത് ഉദന്തമാണ്, അതുകൊണ്ട് തന്നെ വചനാദുദന്തം ദായുടെ ഉകാരം ശ്രദ്ധിക്കുക. പിന്നെ സർവേപി, അവിടെ എകാരം നീട്ടിയെടുക്കുക, വിശ്ലേഷണമുണ്ട്. ഭയവിസ്മയാന്താ, അവിടെ ദീർഘവുമുണ്ട് വിസർഗവുമുണ്ട്. പകുതി ഹകാരത്തിൽ വായിക്കുന്ന കാര്യം ശ്രദ്ധിക്കുക. നാലാമത്തെ പാദത്തിലേക്ക് വരുമ്പോൾ ദേഹുർ വിദൂരേഥ, വിദൂരേഥ, അവിടെ വിശ്ലേഷണമുള്ളത് കൊണ്ട് തന്നെ എകാരം നീട്ടിയെടുക്കണം. ബാക്കിയൊക്കെ എളുപ്പമുള്ള വാക്കുകളാണ്. ഇനി അടുത്തത് മൂന്നാമത്തെ ശ്ലോകമാണ്. അത് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.